നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സംബന്ധിച്ച് ആശങ്ക ഉളവാക്കുന്ന വലിയ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് ഈ മാസം 7-നാണ്. ബംഗളൂരുവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം അതിഗുരുതരമായ ആരോപണങ്ങൾ ഈ വോട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത്. അത് ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിലെ കാര്യം ചൂണ്ടിക്കാട്ടിയാണ്. അതിലെ മഹാദേവപുര എന്ന ഒരു മണ്ഡലത്തിലെ കണക്കുകൾ 6 മാസമെടുത്ത് 40 പേരുടെ പരിശ്രമത്തിലൂടെ വിശകലനം ചെയ്യുകയും അതിന്റെ തെളിവുകൾ ഉൾപ്പെടെയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. വലിയ രീതിയിൽ വോട്ട് കൊള്ള നടന്നു എന്ന ആരോപണം ഉന്നയിക്കുന്നത്. ഓഗസ്റ്റ് 13-ന് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ തൃശൂരിലെ അതിനു മുൻപ് തന്നെ ഉയർന്ന വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുന്നു. കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു. സുരേഷ് ഗോപിയും കുടുംബവും അവിടെ വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്നു. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ അവിടെ അനധികൃതമായി വോട്ട് ചേർത്തു, ഫ്ളാറ്റ് ഉടമ പോലും അറിയാതെ വോട്ട് ചേർക്കപ്പെട്ടു എന്നതിന്റെ വാർത്തകൾ പുറത്തുവരുന്നു. ഒഴിഞ്ഞുകിടന്ന ഫ്ളാറ്റുകളൊക്കെ കേന്ദ്രീകരിച്ച് മണ്ഡലത്തിൽ പോലും ഇല്ലാത്തവരുടെ പേരിലൊക്കെ വോട്ട് രേഖപ്പെടുത്തിയതിന്റെ നിരവധി തെളിവുകൾ പുറത്തുവരുന്നു. അതിനുശേഷം ഓഗസ്റ്റ് 13-ന് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ തന്നെ വാർത്താ സമ്മേളനം നടത്തി വോട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വിവരങ്ങൾ പുറത്തുവിടുകയാണ്. അത് രാഹുൽ മത്സരിച്ച റായ്ബറേലി, പ്രിയങ്ക മത്സരിച്ച വയനാട്, മറ്റ് പ്രതിപക്ഷ നേതാക്കൾ മത്സരിച്ച മണ്ഡലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. അവിടെയൊക്കെ വോട്ട് തട്ടിപ്പ് നടന്നു എന്നതൊക്കെയാണ് സൂചിപ്പിച്ചത്. പക്ഷേ അതിൽ പലതും വെറും ആരോപണങ്ങൾ മാത്രമായിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ്. വയനാട്ടിലെ മൈമുന എന്ന സ്ത്രീ 3 വോട്ട് ചെയ്തു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അത് വസ്തുതകൾ നിരത്തിക്കൊണ്ട് തന്നെ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഈ വോട്ടെടുപ്പ് പ്രക്രിയയിൽ ക്രമക്കേടുകൾ ഉണ്ട് എന്ന കാര്യം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നു. അനുരാഗ് ഠാക്കൂറും വാർത്താ സമ്മേളനം നടത്തി ഉന്നയിച്ചപ്പോൾ രാഹുൽ പറഞ്ഞത് BJPയുടെയും ഒരു ആരോപണം എന്ന നിലയിൽ ഉയരുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇലക്ഷൻ കമ്മീഷനോ ഒന്നും ഈ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനോ ഇതിൽ അന്വേഷണമോ നടപടികളോ എടുക്കാനോ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാനോ കഴിഞ്ഞില്ല എന്ന് നമ്മൾ കണ്ടതാണ്. ഇത് ജനങ്ങളുടെ മുന്നിൽ വലിയ സംശയമായി ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ B. ഗോപാലകൃഷ്ണൻ ഇന്ന് തൃശൂരിൽ നടന്ന സംഭവങ്ങളൊക്കെ സ്ഥിരീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. ഞങ്ങൾ വോട്ട് ചേർത്തിട്ടുണ്ട് എന്ന കാര്യം B. ഗോപാലകൃഷ്ണൻ സമ്മതിക്കുകയാണ്. ഞങ്ങൾ ഇനിയും വോട്ട് ചേർക്കും എന്ന് B. ഗോപാലകൃഷ്ണൻ പറയുന്നു. വേണമെങ്കിൽ കശ്മീരിൽ നിന്ന് തന്നെ ആളുകളെ കൊണ്ടുവന്ന് ഞങ്ങൾ ജയിക്കുമെന്ന് തോന്നുന്ന മണ്ഡലത്തിൽ അവരുടെ വോട്ട് ചേർക്കും എന്ന് തുറന്നു പറയുന്നു B. ഗോപാലകൃഷ്ണൻ എന്ന BJP നേതാവ്, BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. അത് നാളെയും ചെയ്യും. വിലാസം വ്യാജമൊന്നുമില്ല. അല്ല, അതൊക്കെ 1-2 വല്ല തെറ്റിദ്ധാരണയും, ബാക്കിയൊന്നും അങ്ങനെ വന്നിട്ടില്ലല്ലോ. ഞാൻ തൃശ്ശൂർക്കാരനാണ്. അങ്ങനെ ഒരു വീട്ടുടമയും പരാതി പറഞ്ഞിട്ടില്ല. ഏതോ ഒരു സ്ഥലത്ത് മറ്റോ 2 പേരും കൂടി പരസ്പരം സന്ധി ചെയ്ത് BJPയുടെ ആളുകളെ തോൽപ്പിക്കാൻ വോട്ട് വിൽക്കുന്നത് ധാർമ്മികതയാണോ? സുരേന്ദ്രൻ തോറ്റത് 86 വോട്ടിനാണ്. ഇടത് വോട്ടും വലത് വോട്ടും തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു കൊടുത്തിട്ടില്ല തോറ്റത്. അത് ധാർമ്മികതയാണെങ്കിൽ ഇതും ധാർമ്മികതയാണ്. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് നിർത്തി വോട്ട് രേഖപ്പെടുത്തും, അങ്ങനെ ജയിക്കാനുള്ള സാധ്യത തേടും എന്നതാണ് B. ഗോപാലകൃഷ്ണൻ ആവർത്തിച്ച് പറയുന്നത്. ജമ്മു കാശ്മീരിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് ഞങ്ങൾ വോട്ട് ചെയ്യിപ്പിക്കും, അത് നാളെയും ചെയ്യിപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുന്നു B. ഗോപാലകൃഷ്ണൻ. നിയമസഭയിൽ ഇത്തരത്തിൽ വോട്ട് ചെയ്യിപ്പിക്കാൻ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല. ലോക്സഭയിലാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തത്. നിയമസഭയിൽ ആ സമയത്ത് ആലോചിക്കുമെന്ന് കൂടി പറയുകയാണ് ഗോപാലകൃഷ്ണൻ. അതേസമയം ഇത് കള്ളവോട്ടല്ല എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. മരിച്ച ആളുടെ പേരിൽ വോട്ട് ചെയ്യുക, ഒരാൾ 2 വോട്ട് ചെയ്യുക എന്നതാണ് കള്ളവോട്ട് എന്ന് പറയുന്നത്. ഏത് വിലാസത്തിലും ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കാം, ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും എന്ന് ന്യായീകരിക്കുകയാണ്. അപ്പോൾ കള്ളവോട്ട് ഏതാണ് എന്നൊരു ഡെഫിനിഷൻ നൽകുന്നു, എന്നിട്ട് ഇത് നിയമപരമാണ് എന്ന് വാദിക്കുന്നു. ജമ്മു കാശ്മീരിൽ വോട്ട് ചെയ്യേണ്ടവർ ഇവിടെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നത് എങ്ങനെ നിയമപരമാകും എന്നത് അറിയില്ല. എന്തായാലും വളരെ വിചിത്രമായ വാദങ്ങളാണ് യാതൊരു മറയുമില്ലാതെ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. എന്തായാലും
BJP തോൽപ്പിക്കാൻ UDF-ഉം LDF-ഉം പലയിടങ്ങളിലും ഒന്നിക്കാറുണ്ട്. അതിൽ ധാർമ്മിക പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഇതിൽ ധാർമ്മികത ഇല്ല എന്നതാണ് ബി ഗോപാലകൃഷ്ണൻ പറയുന്ന മറ്റൊരു ന്യായം. എന്തായാലും ക്രോസ് വോട്ടിങ്ങിന്റെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇല്ലാത്ത വോട്ടുകൾ അധികമായി ചേർക്കുന്നതിനെ ന്യായീകരിക്കുകയാണ് ബി ഗോപാലകൃഷ്ണൻ ചെയ്തിരിക്കുന്നത്. ഇത് ബി ഗോപാലകൃഷ്ണൻ നമുക്കറിയാം കുറച്ചധികം പറയുന്ന ആളാണ്. ചാനൽ ചർച്ചകളിലൊക്കെയും അത്തരം പല കുറി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രസ്താവനകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കടത്തി പറയാൻ ശ്രമിക്കുന്ന ആളാണ് ബി ഗോപാലകൃഷ്ണൻ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ബി ഗോപാലകൃഷ്ണൻ അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ പറഞ്ഞുപോയ വാക്കുകളാണോ എന്ന് സംശയിക്കേണ്ട. MD രമേശിനും സമാനമായ നിലപാടാണ് ഈ വിഷയത്തിലുള്ളത്. അധികമായിട്ട് ആർക്കും വോട്ട് ചേർക്കാൻ സാധിക്കില്ല, നിയമപരമായിട്ടല്ലേ ചേർക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ രാജ്യത്ത് എവിടെയും വോട്ട് ചേർക്കാം, നിയമാനുസൃതം. ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന നോംസ് ഉണ്ട്, പാർലമെന്റ് പാസ്സാക്കിയ ജനപ്രാതിനിധ്യ നിയമമുണ്ട്. ആ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് 6 മാസം ഒരു സ്ഥലത്ത് നിങ്ങൾ സ്ഥിരമായി താമസിക്കുകയാണെങ്കിൽ, അവിടെ നിങ്ങൾക്കൊരു മേൽവിലാസമുണ്ടെങ്കിൽ, അത് റെന്റൽ ബിൽഡിംഗ് ആയാലും മതി, അവിടെ ഒരു മേൽവിലാസമുണ്ടെങ്കിൽ ആ മേൽവിലാസത്തിൽ നിങ്ങൾക്ക് വോട്ടവകാശത്തിന് അപേക്ഷ കൊടുക്കാം. തൊട്ടടുത്ത താമസക്കാരൻ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ മതി. ഇത്രയേ വേണ്ടുള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന 6 തിരിച്ചറിയൽ രേഖയുണ്ട്. അതിലേതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ നിങ്ങൾക്ക് ഉണ്ടാവണം. ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ നിങ്ങൾക്ക് ഉണ്ടാവുകയും 6 മാസം നിങ്ങളുടെ സ്ഥലത്ത് തുടർച്ചയായി താമസിക്കുകയും നിങ്ങളുടെ അയൽക്കാരൻ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്താൽ ഈ രാജ്യത്ത് എവിടെയും നിങ്ങൾക്ക് വോട്ട് ചേർക്കാം. എനിക്ക് കാശ്മീരിൽ പോയി ചേർക്കാം, കാശ്മീരുകാരൻ ഇവിടെയും ചേർക്കാം. ചില ന്യായീകരണങ്ങൾ BJP നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. നമുക്ക് താമസം മാറിപ്പോകേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ വോട്ട് ചേർക്കാനുള്ള കാര്യം വേണം. അല്ലാണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ളാറ്റുകളുടെ മറവിലൊക്കെ വോട്ട് ചേർത്തതിന് ഏത് രീതിയിലാണ് ന്യായീകരിക്കുക എന്നറിയില്ല. നേതാക്കൾ എന്തായാലും പലതരത്തിൽ ഇത് ബി ഗോപാലകൃഷ്ണന് മാത്രം പറയാനുള്ള ഒരു ന്യായമല്ല, അത് BJPയുടെ പൊതു ന്യായമാണ് എന്നത് MD രമേശ് അടിവരയിടുകയാണ്. എന്തായാലും കേരളത്തെ ഭീഷണിപ്പെടുത്താൻ, ഇതുപോലെയൊന്നും ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട എന്നതാണ് MV ഗോവിന്ദന് പറയാനുണ്ടായിരുന്നത്. ബി ഗോപാലകൃഷ്ണനെതിരെ ഫാസിസത്തിന്റെ മുഖ കണ്ണാടിയാണ് ഗോപാലകൃഷ്ണൻ എന്ന ഒരു വിമർശനം കൂടി MV ഗോവിന്ദൻ നടത്തുന്നു. ഇവിടെ അക്കൗണ്ട് തുടങ്ങിയ ചരിത്രവും പൂട്ടിച്ച ചരിത്രവും ഉണ്ട് എന്നത് BJP മറക്കണ്ട എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു MV ഗോവിന്ദൻ. അത് ഈ ഫാസിസ്റ്റുകളായ ആളുകൾ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളതിനെ കൃത്യമായിട്ട് മുഖക്കണ്ണാടി പോലെ ഗോപാലകൃഷ്ണനെ കണ്ടാൽ മതി. നേരിടുന്നത് ജനങ്ങളെ കാണുന്നത്, അവ ജനങ്ങളുടെ മുമ്പിലുണ്ടാകുന്ന ഒരു അവബോധമല്ലേ അദ്ദേഹം സൃഷ്ടിക്കുന്നത്. ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ അവകാശമുണ്ട് എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഒറ്റ ഒരു ശക്തി ജനാധിപത്യ സമൂഹത്തിലുണ്ടാവില്ല. അതുണ്ടാകുന്നത് എപ്പോഴാ? ഫാസിസ്റ്റ്, ഈ നവഫാസിസത്തിന്റെ ഭാഗമായിട്ടുള്ള RSSന്റെ ഏറ്റവും ശക്തനായിട്ടൊരു വക്താവായിട്ടാണ് ഗോപാലകൃഷ്ണനെ കാണുന്നത്. ഗോപാലകൃഷ്ണൻ ആ രീതിയിലാണ് പ്രതികരിച്ചത് എന്നിപ്പോൾ കേരളം കണ്ടല്ലോ. എന്താണ് RSSന്റെയും BJPയുടെയും ഗോപാലകൃഷ്ണന്റെയും ഒക്കെ നിലപാട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടു. അത്രയേ ഉള്ളൂ. അത് എത്ര കൊല്ലായി അക്കൗണ്ട് തുറക്കാനും തുറന്നിട്ട് പൂട്ടിപ്പോയല്ലേ. അല്ല, ഈ കേരളത്തിന് ഇവരുടെ അക്കൗണ്ട് തുറന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. തുറന്ന അനുഭവം ഉള്ളതിൽ നിന്ന് കൃത്യമായിട്ട് പൂട്ടിച്ച അനുഭവവും ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തെ ഭീഷണിപ്പെടുത്താൻ, കേരളത്തിലെ ഇടതുപക്ഷത്തെ ഭീഷണിപ്പെടുത്താനൊന്നും ഇപ്പോഴും BJP ആയിട്ടില്ല. എന്തായാലും തൃശൂരുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ വ്യാപകമായ പരാതി ഉണ്ടായത്. പ്രതിപക്ഷം ആരോപിക്കുന്നത് ഏതാണ്ട് 50,000 മുതൽ 60,000 വരെ കള്ളവോട്ട് അവിടെ ചേർത്തിട്ടുണ്ട് എന്നതായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സുരേഷ് ഗോപിയുമായി വ്യക്തിപരമായും നിരവധി ആരോപണങ്ങൾ ഉയർന്നതാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ ഉൾപ്പെടെ ഇരട്ട വോട്ട്, 2 തിരിച്ചറിയൽ കാർഡ്, മാത്രവുമല്ല ഡ്രൈവർക്ക് തൃശൂരിൽ വോട്ട്, അയാളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും വോട്ട് തിരുവനന്തപുരത്ത്, അങ്ങനെ നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും കൃത്യമായ ഒരു മറുപടി പോലും ആ വിഷയത്തിൽ നൽകാൻ ജനപ്രതിനിധി കൂടിയായ സുരേഷ് ഗോപി തയ്യാറെടുത്തിട്ടില്ല. ഇതുവരെ ചെയ്തതിനെല്ലാം നന്ദി എന്ന ഒറ്റവാക്കിലുള്ള ഒരു പ്രതികരണം മാത്രമാണ് സുരേഷ് ഗോപി ഇതിനു മുൻപ് നടത്തിയത്. അതിനുശേഷം ഇന്ന് BJPയുടെ ഈ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം പുറത്തു വരുമ്പോൾ മാധ്യമങ്ങൾ കാണുമ്പോൾ ഒരു കാര്യത്തിലും മറുപടി പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുകയാണ് സുരേഷ് ഗോപി. ഞാൻ ഒരു കാര്യവും പറയുന്നില്ല, മാത്രവുമല്ല മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാത്തിനും ഉത്തരം പറഞ്ഞിട്ടുണ്ട് എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി ഇന്ന് കടന്നുപോയത്. നിങ്ങൾ കയറി പൊട്ടിയത് എൻ്റെ ജീവിതത്തിലാണ്. എന്നിൽ ഒരു വ്യക്തിയുണ്ട്, വ്യക്തിയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കുടുംബസ്ഥൻ, ഭർത്താവ്, അച്ഛൻ, മകൻ, അങ്ങനെ പല ബന്ധങ്ങളുണ്ട് എനിക്ക്. അതിനെല്ലാം ഹനിക്കുന്ന രീതിയിലാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട്. എവിടെ മുതൽ നിങ്ങൾ തുടങ്ങി? കിരീടം,
കലാമണ്ഡലം ഗോപി ആശാൻ, RLV രാമകൃഷ്ണൻ, എവിടെയൊക്കെ നിങ്ങൾ കയറി? അതിന് ഞാൻ എന്ത് പാപം ചെയ്തു? ഞാൻ ആരോടും ഒരു മറുപടിയും ഇല്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഒപ്പം വ്യക്തിപരമായി ഏറെ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു എന്ന് കൂടി അദ്ദേഹം പറയുന്നു. അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം ജനപ്രതിനിധിയായ അല്ലെങ്കിൽ മത്സരിക്കാൻ തീരുമാനിച്ച രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ വ്യക്തിയാണ്. അദ്ദേഹം തൃശ്ശൂരിൽ നിന്നു ജനങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിച്ചു. പക്ഷെ നോക്കൂ, നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ഈ വോട്ടെടുപ്പ് എന്നത്. ഓരോ പൗരനും തുല്യത ലഭിക്കുന്ന ഏറ്റവും ജനാധിപത്യത്തിന്റെ ഏറ്റവും സുന്ദരമായ പ്രക്രിയ. പക്ഷെ അവിടെ ചില ക്രമക്കേടുകൾ നടന്നു എന്ന ഗുരുതരമായ ആരോപണം തെളിവ് സഹിതം പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടിട്ട് കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും പറയാൻ കഴിഞ്ഞില്ല. അതിൽ നടപടിയില്ല, അന്വേഷണമില്ല എന്നൊക്കെയുള്ള സാഹചര്യം. ജനപ്രതിനിധിയായ സുരേഷ് ഗോപിയുടെ പേരിൽ വ്യക്തിപരമായി തന്നെ ചില ആരോപണങ്ങൾ ഉയരുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് അക്കാര്യത്തിൽ പറയാനുള്ളത് എന്ന് കേൾക്കാൻ ജനങ്ങൾക്ക് അർഹതയുണ്ട്. സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്ത് അയച്ച, അവർക്ക് വോട്ട് ചെയ്ത ജനങ്ങളാണ്. അവർക്ക് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് അറിയാനുള്ള അവകാശമുണ്ട്. അതുപോലും ഹനിക്കപ്പെടുകയാണ്. അവിടെ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റ് വ്യക്തിപരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏതോ തരത്തിലുള്ള ന്യായീകരണം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് സുരേഷ് ഗോപി നടത്തുന്നത്. പക്ഷേ ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളി എന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ജനങ്ങളെല്ലാം കാണുന്നുണ്ട് എന്ന് MP ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചു. അതുതന്നെ നമുക്കും തോന്നുള്ളൂ. എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്.